അസ്സലാമു അലൈക്കും. എല്ലാവരും ഒന്ന് എന്നെ സപ്പോർട്ട് ചെയ്യണേ. സബ് ചെയ്ത് ലൈക്ക് അടിക്കുക, കമൻ്റ് ഇടുക. ഇത് വേറെ ആർക്കുള്ള വീഡിയോ അല്ല, സനുവിന് തന്നെ ഉള്ളതാണ്. സനുവേ ഇന്നലെ പറയുന്നത് കേട്ടായിരുന്നു, പുതിയ യൂട്യൂബർ തുടങ്ങുന്നവരെല്ലാം ചാരിറ്റിയുടെ പുറത്ത് ചെന്ന് വീഴുമെന്ന്. ഒരുത്തരും ചെന്ന് വീഴത്തില്ല, നീ പറയേണ്ട കാര്യമില്ല. ആര് തുടങ്ങിയാലും അവർക്കറിയാം അവരെങ്ങനെ നിൽക്കണമെന്ന്. പിന്നെ വേറെ ആൾക്കാരെടുത്ത് അവരുടെ വോയിസ് എടുത്ത് പുറത്തിടും. ഇടുന്നത് നീ ഒറ്റയൊരുത്തിയേ ഉള്ളൂ. അയാൾ ആരുടെയെങ്കിലും വോയിസ് കിട്ടിയാൽ അത് നീ എടുത്തിടുന്നത്. ഞാനിപ്പോൾ ഈ യൂട്യൂബിൻ്റെ കാര്യം പറയാൻ വന്നതല്ല. നീ മെലഞ്ഞാന്നത്തെ ലൈവിൽ രേണുകയെ പറ്റി പറയുന്നത് കേട്ടായിരുന്നു, കൊല്ലം സുധിച്ചേട്ടൻ്റെ ഭാര്യയെ പറ്റി. അവർ അധ്വാനിക്കാൻ ഇറങ്ങിയതാണ്, അല്ലാതെ അവരിപ്പം ഒരു പ്രൊഡ്യൂസർ പറയുന്നതൊക്കെ അവർക്കത് ചെയ്യാൻ പറ്റത്തുള്ളൂ. നീ വിചാരിക്കുന്നത് അഭിനയിക്കാൻ പോയി ശീലം വേണം നിനക്ക് എന്തൊരഭിനയമാണെന്നറിയാവോ? ആരെങ്കിലും ചീത്ത വിളിക്കാനുള്ള അഭിനയമാണ് നീ അഭിനയിക്കുന്നത്. അവരങ്ങനല്ല. അവർക്ക് 2 മക്കളുണ്ട്, അമ്മയുണ്ട്, അച്ഛനുണ്ട്. അച്ഛന് സുഖമില്ലാത്തതാണ്. അന്നേരം അവർക്ക് അവരുടെ കുടുംബം നോക്കണം. എപ്പോഴും ഓരോരുത്തർ കൊടുത്തെന്നും പറഞ്ഞിരിക്കത്തില്ല. ഇന്നലെ ഉദാഹരണത്തിന് ഞാൻ ലക്ഷ്മി നക്ഷത്രയുടെ ഒരു ഷോർട്ട് വീഡിയോ കണ്ടായിരുന്നു. ആ കൊച്ചിനോട് ചാനലുകാരാന്ന് ചോദിക്കുന്നത്, സുചേട്ടൻ്റെ വൈഫിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ ആ കൊച്ചു പറഞ്ഞേ, അത് അവരോരുടെ ഇഷ്ടമാണ്, അവരെങ്ങനെ അഭിനയിക്കണം ജീവിക്കണമെന്ന് പറഞ്ഞാൽ. അതൊന്നും നമ്മൾ തിരക്കാൻ നടക്കേണ്ട കാര്യമില്ല. അവരെ കണ്ടൻ്റ് ആക്കാനും ഉദ്ദേശിക്കേണ്ട. അത് സത്യമോ ലക്ഷ്മി പറഞ്ഞത്? നീ കയറിയിരുന്ന് കുരയ്ക്കുന്നതിനേയും കായ് വൃത്തി. നീ നിൻ്റെ കാര്യം നോക്ക്. നിനക്ക് കാശ് കിട്ടുന്നുണ്ടല്ലോ ആളുകളെ പറയാൻ. 2 യൂട്യൂബർമാരെ പറയുന്നതിന് നിനക്ക് ഇഷ്ടംപോലെ കാശ് ഷെമീറ തരുന്നുണ്ട്. അന്നേരം അത് മേടിച്ച് നീ ജീവിക്കുക. അവരധ്വാനിക്കാൻ പോവുക, നിനക്ക് അധ്വാനിച്ച് ശീലമില്ല. നിനക്ക് നാട്ടുകാരെ നിന്ന് കാശ് മേടിച്ച് തിന്നൽ മാത്രമേ ഉള്ളൂ. എന്നിട്ട് വന്ന് ആരെ വേണമെങ്കിലും നിനക്ക് തുണി ഇരിഞ്ഞാടാം. പക്ഷെ അവർക്കൊന്നും അത് പറ്റത്തില്ല. അതുകൊണ്ട് അവർ ജീവിക്കാൻ ഇറങ്ങി. അവരെങ്ങനെ പോയി ജീവിക്കട്ടെ. നീ എന്തിനാ ഇത് തിരക്കാൻ നടക്കുന്നത്? നീ നിൻ്റെ കാര്യം നോക്ക്. ഒരു ഉത്തരയും പറയുന്നത് കേട്ടായിരുന്നു രേണുകയുടെ കാര്യം. നിങ്ങൾക്ക് ആർക്കും ഒരു വോയിസും ഇല്ല. അവർ ജീവിക്കാൻ പോയതാണ്. അവർ സിനിമ ഫീൽഡിലായാലും സീരിയൽ ഫീൽഡിലായാലും ഷോർട്ട് ഫിലിം ഫീൽഡിലായാലും അവർ നല്ല രീതിയിൽ തന്നെ അവർ ജീവിക്കുന്നു. അവരെ 18 വയസ്സുള്ള മോനിക്കില്ലാത്ത ആക്ഷേപം നിനക്കില്ലല്ലോ. നീ നിൻ്റെ കാര്യം നോക്ക്. അവരെ അമ്മയ്ക്കും അച്ഛനും ഇല്ല, ചേട്ടത്തിക്കില്ല, ചേട്ടത്തിൻ്റെ ഭർത്താവിനില്ല. അവരന്നേരം അങ്ങ് ജീവിച്ച് പോട്ടെ. നിനക്ക് ഇഷ്ടം പോലെ കാശ് തരാൻ ആളുണ്ട്. അത് കണക്ക് അവർക്ക് അങ്ങനെ വേണ്ടെന്ന് അവർ ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കും ജീവിക്കാൻ ഇറങ്ങിയത്. നീ നിൻ്റെ കാര്യമായിട്ട് ജീവിക്കുക. നിനക്ക് ആരെങ്കിലും തരുന്നെങ്കിൽ നീ അത് മേടിച്ച് വെച്ച് തിന്നിട്ട് വന്നിരുന്ന് ലൈവ് അങ്ങോട്ട് ഇട്ടിട്ട് ലൈവിനകത്ത് കയറിയിരുന്ന് ആരെ വേണമെങ്കിലും ചീത്ത വിളിക്കാം. ഇന്നലെ പറയുന്ന കേട്ട്, ലൈവിൽ ചീത്ത പറയുന്നവരെ നിങ്ങൾ തന്നെ അവളമാരെ ചീത്ത വിളിക്കാൻ, അവനെയൊക്കെ. അന്നേരം നിന്നെ സപ്പോർട്ട് ചെയ്യുന്നവർ നിന്നെയും കായി കഴിപ്പ് കിട്ടവരാന്നല്ലേ ആൾക്കാർ പറയത്തുള്ളൂ. അങ്ങനെ പറയത്തുള്ളൂ. അവർക്ക് ബോധമുണ്ടെങ്കിൽ അവരത് ചെയ്യത്തില്ല. പക്ഷേ 2 പേര് ചെയ്ത് ചീത്ത വിളി എഴുതിയിടുന്ന ഞാൻ കണ്ടായിരുന്നു. പക്ഷെ ബാക്കിയുള്ളവർ ചെയ്തിട്ടില്ല, 2 പേര്. പക്ഷെ ബാക്കിയുള്ളവർക്ക് മനസ്സിലാവും നിന്നെ സപ്പോർട്ട് ചെയ്യുന്നതിന് നാട്ടുകാരെ വായിന്ന് അവർ ചീത്ത കേൾക്കേണ്ട കാര്യമില്ലാന്ന്. നാണവും മാനവും ഇല്ലാത്തൊരു വർഗം. ഇച്ചിരി നാണമായിട്ടെങ്കിലും നാണവും മാനത്തോടെയും ജീവിക്കാൻ നോക്ക്. പോയി അധ്വാനിച്ചൂടെ നിനക്ക്? തട്ടുകടയുണ്ടെന്ന് പറയുന്നല്ലോ. നീ 24 മണിക്കൂർ ലൈവിൽ കയറാതെ പോയി തട്ടുകടയിൽ പോയി അധ്വാനിച്ച് കഴിയും. ഷെമീറയുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ച് തനൂജായ പറഞ്ഞിട്ട് ആ കാശ് കൊണ്ട് തിന്നുകൊണ്ടിരിക്കുന്നെങ്കിൽ മാന്യതയായിട്ട് ഇരിക്കുക. എനിക്കിത്രയേ ഉള്ളൂ പറയാൻ. ഞാൻ പറഞ്ഞ് വെക്കുക. എല്ലാവരും ഒന്ന് എന്നെ സപ്പോർട്ട് ചെയ്ത് ലൈക്ക് അടിക്കണം.